നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. യൂണിറ്റി കപ്പിനുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കോച്ച് ഖാലിദ് ജമീൽ പ്രഖ്യാപിച്ചു. 2 മലയാളികളുണ്ട്, ബിജോയ് വർഗീസും പി.എൻ. നൗഫലും. പി.എൻ. നൗഫലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യൻ ടീമിന് വേണ്ടി, ദേശീയ ടീമിന് വേണ്ടി ആദ്യമായിട്ടുള്ള ഒരു അവസരമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അരങ്ങേറ്റമാണ്. നൗഫൽ ISLൽ മുംബൈ സിറ്റിക്ക് വേണ്ടിയാണ് കളിച്ചിരുന്നത്. വിങ്ങറായിട്ട് കളിച്ചിരിക്കുന്ന നൗഫൽ ഗംഭീര പെർഫോമൻസാണ്, ഗംഭീര പ്രകടനമാണ് മുംബൈ സിറ്റിക്ക് വേണ്ടി കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ജമീൽ ദേശീയ ടീമിൽ നൗഫലിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതും. നൗഫൽ കോഴിക്കോട് സ്വദേശിയാണ്, കോഴിക്കോട്ടെ തിരുവമ്പാടി സ്വദേശിയാണ്. 25 വയസ്സാണ് നൗഫലിൻ്റെ പ്രായം. ചെറുപ്പമാണ്, മികച്ച പ്ലെയറാണ്, മികച്ച വിങ്ങറാണ് അദ്ദേഹം ഗംഭീരമായ പ്രതീക്ഷകളുള്ള ഒരു മലയാളി താരമാണ്. നാഷണൽ ലെവലിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു താരമാണ് നൗഫൽ. ബിജോയ് വർഗീസും കൂടെ ഉണ്ട്, മലയാളി താരം എന്ന നിലയിൽ പരിചയമുള്ള ബിജോയ് വർഗീസും കൂടി ടീമിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നൗഫലും ബിജോയ് വർഗീസും അതിഗംഭീരമായ കളി കാഴ്ചവെക്കുമെന്ന് തന്നെ വിചാരിക്കാം നമുക്ക്. ടീമിൽ സന്ദേശ് ജിങ്കനെയും റയാൻ വില്യംസിനെയും രാഹുൽ ബെക്കയെ പോലുള്ള എല്ലാ കളിക്കാരെയും, ഈ കളിക്കാരെയെല്ലാം, മുതിർന്ന കളിക്കാരെയും അനുഭവസമ്പത്തുള്ളവരുമായിട്ടുള്ള കളിക്കാരെയെല്ലാം ഖാലിദ് ജമീൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടീമിൽ. തീർച്ചയായിട്ടും യൂണിറ്റി കപ്പ് ലണ്ടനിലാണ് നടക്കുന്നത്. അതിൽ ജമൈക്കയാണ് 27-ാം തീയതി ജമൈക്കയാണ് ഇന്ത്യയുടെ ആദ്യത്തെ എതിരാളി. ആദ്യത്തെ മത്സരം ജമൈക്കയുമായിട്ടാണ്. അപ്പോൾ നൗഫലിന് ആദ്യത്തെ ജമൈക്കയുമായുള്ള മത്സരത്തിൽ തന്നെ അവസരം കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നൗഫലും ബിജോയ് വർഗീസും അതിഗംഭീരമായി കളിക്കട്ടെ.